പാടി തുടങ്ങുന്ന കാലത്ത് തന്നെ പേരെടുക്കുക, അംഗീകരിക്കപ്പെടുക അപൂർവമായ ഭാഗ്യമാണത്. സുശീലാദേവിക്ക് ഈ ഭാഗ്യമുണ്ടായി. തന്റെ കാലത്തെ പ്രഗത്ഭരോടൊപ്പം കലയുടെ കനകച്ചിലങ്ക കിളിക്കാനായി എന്നതാണ് ഈ പാട്ടുകാരി മഹാസൗഭാഗ്യമായി കാണുന്നത്. ദാസേട്ടനെ കുറിച്ച് പറയുമ്പോൾ, ദാസേട്ടന് ഞാനും പഠിക്കുന്ന കാലത്ത്, ഞാൻ കോട്ടൺ ഹില്ലിൽ എനിക്ക് 10-12 വയസ്സുണ്ട്, ദാസേട്ടൻ സംഗീത അക്കാദമിയിൽ പഠിക്കുന്നു. അപ്പോൾ അന്ന് ഇവിടുത്തെ ഓൾ ഇന്ത്യ എക്സിബിഷൻ വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്ക്, അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ഞാനും സംഗീത അക്കാദമിയിൽ നിന്ന് ദാസേട്ടനും പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ദാസേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് മുഹമ്മദ് റാഫി. അന്നവിടെ ദാസേട്ടൻ പാടിയ പാട്ട്, റാഫി പാടിയിരുന്ന ഭഗവാൻ എന്നുള്ള പാട്ടായിരുന്നു. ഞാൻ പാടിയത് അതിൻ്റെ മലയാളം വെർഷൻ. ഓ ദുനിയാ കേ രഖ്വാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ. ഇത് ദാസേട്ടൻ പാടുന്നു. ഞാനിത് പാടുന്നത് നീ മറയാതെ മധുരാവേ പരിശൂന്യതയിൽ ഇനിമേലിൽ പരിശൂന്യതയിൽ ഇനിമേലിൽ. ഇത് ഞാൻ പാടുന്നു. രണ്ടും ഒരേ ട്യൂൺ, അത് മാത്രമേ. പ്രൈസ് വന്നപ്പോൾ ആൺകുട്ടികളിൽ ദാസേട്ടൻ, പെൺകുട്ടികളിൽ എനിക്കും ഫസ്റ്റായി. പക്ഷെ പിന്നെ പിൽക്കാലത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂക്കില രാജ്യത്തെ പാടുമ്പോഴും ഞാനാണ് ഇത് എന്ന് ദാസേട്ടൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. പറയാനുള്ള ധൈര്യവും എനിക്ക് വന്നില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ അതങ്ങ് ഔന്നത്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നു. ഈ കാര്യം ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവർ ചിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നിശബ്ദയായിരുന്നു, മിണ്ടിയിട്ടേയില്ല. കന്നിപ്പൂം പൈതൽ ആണോ പെണ്ണോ, ആണായാൽ ഞാൻ തരാം സമ്മാനം. കുറച്ച് സിനിമകളിലാണ് പാടിയതെങ്കിലും ചലച്ചിത്ര രംഗത്ത് ഒരു ഗായിക എന്ന നിലയിൽ ഇവരുടെ പ്രശസ്തി വളരെ വലുതായിരുന്നു. ഈ താരത്തിളക്കം കണ്ടറിഞ്ഞ് മലയാള സിനിമയിലെ ഒരു പ്രശസ്ത സംവിധായകൻ തന്റെ ചിത്രത്തിലെ ഗാനത്തിന് സംഗീതമൊരുക്കാൻ നിയോഗിച്ചത് സുശീലാദേവിയെയാണ്. ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ കവിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയ്ക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. സിനിമയ്ക്കത് മുഴുവനെന്ന് പറയാൻ പറ്റില്ല. തകില് കൊട്ടാമ്പ്രം എന്നുള്ള സിനിമ, അത് എടുത്തത്, അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് എൻ്റെ കസിൻ ബ്രദർ ബാലു കിരിയത്താണ്. അപ്പോൾ ബാലുവിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഒരു പാട്ട് അതിനകത്ത് സംഗീതം ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ ബ്രദർ ദർശൻ രാമനാണ് ചെയ്തത്. കലാകാരനായിരുന്നില്ലെങ്കിലും കലാഹൃദയമുള്ള ഒരാൾ തന്നെയായിരുന്നു സുശീലാദേവിയുടെ ജീവിത സഖാവ്. ഗായികയ്ക്ക് സർവ്വ പിന്തുണയുമായി നിന്ന ഒരാൾ. സ്നേഹസമ്പന്നരായ 3 മക്കൾ കൂടി ഈ അമ്മയുടെ സമ്പാദ്യമാകുന്നു. സംഗീതം ആസ്വദിക്കുന്ന ആളാണ്, വളരെ നന്നായിട്ട് സംഗീതം ആസ്വദിക്കുന്ന ആളാണ്. ആലോചിച്ചുറപ്പിച്ച ബന്ധമാണ്. ഭയങ്കര എന്നെ വളരെയധികം, എന്നെ എന്താ പറയേണ്ടത്, ഈ ഫീൽഡിൽ എന്നെ വളരെ മുന്നോട്ട് വരാൻ ഭയങ്കരമായിട്ട് സഹായിച്ച ഒരാളാണ്. അത്രയ്ക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിനും വരും. സ്റ്റേജിൻ്റെ ബാക്കിൽ പോയി നിന്നിട്ട് കേട്ടിട്ട് പറയും, അവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കും. അതെനിക്കൊരു ഭയങ്കര പ്രചോദനമാണ്. എനിക്ക് ആ സ്റ്റേജിൽ ഞാൻ ആദ്യം പ്രോഗ്രാം നിൽക്കുമ്പോൾ പുറകിൽ നോക്കും, ഇദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുമെങ്കിൽ നന്നായി പോകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ മൂത്ത മകൾ ബിന്ദു പ്രദീപ് എന്നാണ് അവളുടെ പേര്. പ്രദീപ് ഹസ്ബൻഡാണ്. അവൾക്ക് 2 കുഞ്ഞുങ്ങൾ. അവൾ മറ്റൊരു ദൃശ്യമാധ്യമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മകൻ, അവൻ്റെ പേര് വിനയകൃഷ്ണൻ. അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അവൻ്റെ ഭാര്യയും കുഞ്ഞും ഒരു മോനുമുണ്ട്. അവർ വിദേശത്താണ്, ബോട്സ്വാന, ആഫ്രിക്കയിൽ ബോട്സ്വാനയിലാണ്. മൂന്നാമത്തെ മകൻ സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. ടെക്നോ പാർക്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ ഒരു ഓഫീസിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവൻ്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നൻ്റാണ്. ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞു.
ഇപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഒരു ട്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, സ്വര തേജസ് എന്നുള്ള പേരിൽ. ആ പേര് സജസ്റ്റ് ചെയ്തു തന്ന ബിച്ചു ചേട്ടനാണ്. അതിൽ അവനിപ്പോൾ പാടുന്നുണ്ട് നന്നായിട്ട്. ഞാൻ ആഗ്രഹിച്ചതിലേറെ ഞാൻ അറിയപ്പെട്ട് കഴിഞ്ഞു.